ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബാർബിക്യൂ ചിക്കൻ എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. ഞാൻ ഇന്ത്യൻ ആൻഡ് അറബിക് ഫ്യൂഷൻ സ്റ്റൈലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അറബിക് സ്റ്റൈലാണെങ്കിൽ ഇത് ഒട്ടും സ്പൈസി ആയിരിക്കത്തില്ല. ഞാൻ ഇന്ത്യനെ കൂടി ചേർത്ത് കുറച്ച് സ്പൈസി ആക്കിയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനു വേണ്ടി 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് വലിയ പീസുകളായി കട്ട് ചെയ്തെടുക്കണം. ബാർബിക്യൂ ചെയ്യാൻ നമ്മൾ അങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി അതൊന്ന് വരഞ്ഞുകൂടി എടുക്കണം. അപ്പോഴാണ് മസാലയൊക്കെ നന്നായിട്ട് അതിൽ ഉള്ളിലേക്ക് പിടിക്കുന്നത്. ഇനി 1 നാരങ്ങയും 10 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. നാരങ്ങയുടെ നീരാണ് എടുക്കുന്നത്. അതൊരു 3 ടേബിൾ സ്പൂൺ വേണം. അതും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് മിക്സിയിലിട്ട് നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ആദ്യം കടു പൊടിച്ചതാണ് ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടിച്ചത് 2 ടീസ്പൂൺ. കുരുമുളക് അപ്പം തന്നെ പൊടിച്ചെടുത്താൽ അതാണ് ടേസ്റ്റ്. പിന്നെ മുളക് പൊടി ഒരു വലിയ ടേബിൾ സ്പൂൺ, ചാറ്റ് മസാല 1/4 ടീസ്പൂൺ, പിന്നെ തൈര് 2 ടേബിൾ സ്പൂൺ. പുളിയില്ലാത്ത തൈരാണ് നല്ലത്. പിന്നെ നേരത്തെ അരച്ചു വെച്ചിരുന്ന വെളുത്തുള്ളിയും നാരങ്ങ നീരും. ഇനി ഇതിലേക്ക് ഒലിവ് ഓയിൽ കൂടി ചേർക്കണം. ഞാനിവിടെ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചിക്കൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലായിടത്തും നന്നായിട്ട് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കുക. ഇനി അടച്ചു വെച്ച് ഒരു 3-4 മണിക്കൂർ ഇതേപോലെ വെച്ചിരുന്നാൽ മസാലയൊക്കെ നന്നായി പിടിച്ചിരിക്കും. ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ബാർബിക്യൂ ചെയ്തെടുക്കുന്നത് ഇതേപോലെ കരി കനലാക്കിയിട്ട് അതിൻ്റെ പുറത്ത് വെച്ചാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറ്റാത്തവർക്ക് പാനിൽ വെച്ചും ചെയ്യാം. ഞാൻ നേരത്തെ ഫിഷ് ഗ്രില്ല് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ പാനിൽ വെച്ചാണ് ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിപ്പോൾ കരി നന്നായിട്ട് കത്തി ഇതിപ്പോൾ നല്ല കനലായി വരും. നല്ല കനലായി വരുന്ന സമയത്താണ് നമ്മളിതിൻ്റെ പുറത്ത് ചിക്കൻ വെക്കുന്നത്. ഇതിൽ നേരിട്ടല്ല വെക്കുന്നത്. ഇതിൽ വെക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട്, അതിലാണ് വെക്കുന്നത്. നല്ല ചൂടാണതിന്. ഇപ്പോൾ നല്ല കനലായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനൊക്കെ സെറ്റ് ചെയ്ത് അതിലോട്ട് കൊണ്ട് വയ്ക്കാം. ചിക്കനൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നമുക്കിതിലോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി ഇത് അടച്ച് വെച്ച് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന കനലിലേക്ക് കൊണ്ടുവയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും വെച്ച് റെഡിയാക്കി എടുക്കാം. ഇത് നല്ല ചൂടായി കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടാണ്. ഇത് 15-20 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് റെഡിയായി കിട്ടും. എല്ലാം കൂടി 1 മണിക്കൂർ കൊണ്ടൊക്കെ റെഡിയാക്കി എടുക്കാം. ഇത് കനലായി വരാൻ അരമണിക്കൂർ, പിന്നെ അതിന് ശേഷം ഇത് കുക്കായി വരാൻ ഒരു 20 മിനിറ്റ്. ഇനി കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ. ഇതിപ്പോൾ എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കനലിൽ നിന്ന് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് ഇതിന്. നമ്മൾ കുപ്പൂസും ഗാർലിക് പേസ്റ്റും അമ്മൂസും എല്ലാം കൂടി ചേർത്ത് കഴിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.